ബാംഗ്ലൂരിൽ നിന്നും ലീവിന് നാട്ടിൽ വരികയാണ് ജയേഷ്. നാട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഇരയെ കിട്ടി. കിട്ടിയ ഇരയെ ആറഞ്ചം പുറഞ്ചം വലിച്ചു കീറി അറുമാനിക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി, അതും വെളുക്ക. ഇതിനിടയ്ക്ക് ജയേഷിൻ്റെ ഭാര്യ കൈകൊട്ടി ചിരിക്കുന്നൊക്കെയുണ്ട്. ജയേഷാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഇങ്ങനെ നിന്ന് ആസ്വദിക്കുകയാണ്. സാധാരണ ഭാര്യമാർക്ക് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ അയാൾ ലീവിന് വരാൻ നേരം ഒരു 100 കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കാണും പറയാൻ. എന്നാൽ ഈ ഭാര്യയ്ക്ക് ഒരു ഇഷ്ടങ്ങളും ഇല്ല ഭർത്താവിനോട് പറയാൻ. പക്ഷെ ഭർത്താവ് മിടുക്കനാണ്. അയാൾ കണ്ടുപിടിച്ചെടുക്കുകയാണ് ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന്. ആ ഇഷ്ടം അയാളും കൂടി നിന്ന് അങ്ങ് സഹായിച്ചു കൊടുത്തു. ഇതുപോലൊരു ഭാര്യയും ഭർത്താവും കേരളത്തിലെന്നല്ല ലോകത്ത് ഒരിടത്തു പോലും കാണില്ല. എന്തായാലും ഇവർ ചെയ്തു കൂട്ടിയതൊക്കെ പുറം ലോകം അറിഞ്ഞത് വളരെ ഞെട്ടലോടെയാണ്. ആ സംഭവത്തിലേക്ക് നമുക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഓളെന്ന നോട്ടിഫിക്കേഷൻസും ഓണാക്കൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. പത്തനംതിട്ടയിലെ കോയിപ്രം ഗ്രാമത്തിലാണ് രശ്മിയും ജയേഷും താമസിച്ചിരുന്നത്. ഇവർക്ക് 7ഉം 2.5 വയസ്സുള്ള 2 മക്കളും ഉണ്ട്. ജയേഷ് ഒരു മുരടൻ സ്വഭാവമുള്ള ഒരുത്തനാണ്. ഇവർ അയൽപക്കക്കാരുമായിട്ടൊന്നും ഒരു സഹകരണവും ഇല്ല. രണ്ടിനെയും അങ്ങനെ വെളിയിൽ പോലും കാണാനില്ല. ഒരു ചെറിയ വീട്ടിലാണ് ഇവരുടെ താമസം. ഈ ജയേഷിനാണെങ്കിൽ വിയർപ്പിൻ്റെ അസുഖമാണ്, ജോലിക്കൊന്നും പോകില്ല. പക്ഷേ ഇവരുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കുന്നുമുണ്ട്. രശ്മിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജയേഷിന് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാന്നേ ഉള്ളൂ. പക്ഷേ മറ്റൊരു ജോലിയിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇവന്. ആഭിചാര ക്രിയകളും മന്ത്രവാദവും, അതിലാണ് അവൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും. കൂട്ടിന് ഭാര്യ രശ്മിയും ഉണ്ട്. ആൾക്കാരെ പറ്റിച്ച് മന്ത്രവാദം നടത്തുക എന്നൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഇവർ പൈസ ഉണ്ടാക്കുന്നുമില്ല. ഇവർ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ നടത്തുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമ്പത്തും സമൃദ്ധിയും കുമിഞ്ഞു കൂടുന്നതിനും വിജയം ഉണ്ടാവുന്നതിനും ഒക്കെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അത് മെയിനായിട്ടും ജയേഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ ജീവിത വരുമാനം, ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ അടയിരിക്കുന്ന ഇവരുടെ കയ്യിൽ കാശ് വരുന്നത് വേറൊരു വഴിയാണ്. അത് നമുക്ക് വഴിയെ പറയാം. അതിന് മുൻപായിട്ട് ജയേഷിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. ജയേഷിന് പണ്ട് മുതലേ പണിക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരുത്തനാണ്. ഇയാൾക്ക് അമ്മയും അച്ഛനും പിന്നെ 2 സഹോദരങ്ങളും ഉണ്ട്. 3 സഹോദരങ്ങളിൽ നടുക്കത്തെ ആളാണ് ജയേഷ്. ഇയാളുടെ അമ്മയ്ക്കും ഇത് തന്നെയായിരുന്നു പണി, മന്ത്രവാദവും ബാധ ഒഴിപ്പിക്കലും എല്ലാം. അവരത് സ്വന്തം വീട്ടിലും ചെയ്യും, ആവശ്യമുള്ളവരുടെ വീട്ടിൽ പോയും ചെയ്തു കൊടുക്കും. ഇതൊക്കെ കണ്ടു വളർന്ന ഇയാൾക്ക് ഇതിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സ്വഭാവമാണെങ്കിൽ വെറും മുരടൻ എന്ന് തന്നെ പറയാം. ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല ഇവന് ജീവിതത്തിൽ. കുറച്ചെങ്കിലും അടുപ്പമുള്ളത് അമ്മയോട് മാത്രമാണ്. ആരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ എന്തേലും ഒരു കുശലം ചോദിച്ചാൽ ചെവി കേൾക്കാത്ത പോലെ അങ്ങ് നടന്നു പോകും. അച്ഛനും അമ്മയൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിക്കുകയാണ്. സഹോദരങ്ങളാണെങ്കിൽ അവരുടെ പാട്ടിനും പോയി. അങ്ങനെ ജീവിതത്തിൽ ആരുമില്ലാത്തൊരവസ്ഥയിൽ നടക്കുമ്പോഴാണ് ഈ രശ്മിയെ ഇയാൾ യാദർച്ഛികമായി കണ്ടുമുട്ടുന്നത്. മനുഷ്യരുടെ മുഖത്തു പോലും നേരെ നോക്കാത്ത ഇയാൾക്ക് രശ്മിയെ അങ്ങ് ബോധിച്ചു. പിന്നെ ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല, അവളെ അടിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ എങ്ങനെ ജീവിക്കും? കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ രശ്മി ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ജോലിക്ക് കയറുകയാണ്. ആ ഒരു ചെറിയ വരുമാനത്തിലാണ് ഈ വീടിങ്ങനെ തട്ടിയും മുട്ടിയും കഴിഞ്ഞിരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ല. ഇതിനിടയ്ക്കാണെങ്കിൽ 2 കുട്ടികളും ജനിച്ചു. അപ്പോൾ പിന്നെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒടുവിൽ രശ്മി പറയുകയാണ്, ഇങ്ങനെ പോയാലൊന്നും പറ്റൂല, നിങ്ങളും കൂടി ജോലിക്ക് ഇറങ്ങിയാലേ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് ജയേഷിനെ ജോലിക്ക് പോകാനായിട്ട് ഇവൾ നിർബന്ധിക്കുകയാണ്. ആ പരിസരത്തുള്ള ഒരാളോട് പോലും ജയേഷ് മിണ്ടില്ല. പിന്നെ രശ്മിയോട് ജോലിക്ക് പോകുമ്പോഴോ വരുമ്പോഴൊക്കെ ആരെങ്കിലും വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി മാത്രം അവൾ പറയും, അങ്ങ് പോകും, അത്ര തന്നെ. എന്തായാലും ജോലിക്ക് പോകാൻ ഒരു തരുമ്പ് പോലും ഇഷ്ടമില്ലാത്ത ഇവൻ ഒടുവിൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ജോലിക്ക് പോകാൻ തയ്യാറായി. രശ്മി എങ്ങനെയോ തപ്പി പിടിച്ച് ഒരു ജോലി ജയേഷിന് ശരിയാക്കി കൊടുക്കുകയാണ്. അതും ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ ഒരു ക്രഷറി യൂണിറ്റിലാണ് ജോലി തരപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പാറയൊക്കെ പൊട്ടിക്കുന്ന യൂണിറ്റിലാണ് ജോലി. എന്തായാലും ജയേഷ് ഭാര്യ തരപ്പെടുത്തിയ ജോലിക്ക് ബാംഗ്ലൂരിൽ കയറി. രശ്മിയും മക്കൾ ഇവിടെ നാട്ടിലും.
ബാംഗ്ലൂരിൽ വെച്ച് ജയേഷ് എങ്ങനെയോ ഒന്ന് രണ്ട് മന്ത്രവാദവും മറ്റും ചെയ്യുന്ന ചില ആൾക്കാരുമായിട്ടൊക്കെ പരിചയത്തിലാവുകയാണ്. അവരുമായിട്ട് ജയേഷ് പെട്ടെന്ന് തന്നെ കണക്റ്റായി. കാരണം ജയേഷിൻ്റെ ഇഷ്ടപ്പെട്ട പണി ചെയ്യുന്ന അതേ ആൾക്കാരെ കണ്ടപ്പോൾ അവരോട് പെട്ടെന്ന് ആകർഷണം തോന്നുകയാണ്. അവർ ഇയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇങ്ങനെ ജീവിക്കേണ്ടവനേ അല്ല, നിനക്ക് എല്ലാ സമ്പത്തും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നിൻ്റെ അമ്മ ചെയ്ത തൊഴിൽ തന്നെ നീ ചെയ്യണം. മാത്രവുമല്ല എളുപ്പത്തിൽ സൗഭാഗ്യം വന്നു ചേരാനും അവർ ചില ടിപ്സൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മനുഷ്യരുടെ രക്തം കൊണ്ട് പൂജ ചെയ്താലേ ദൈവം എളുപ്പത്തിൽ പ്രസാദിക്കുകയുള്ളൂ എന്നും. ഓൾറെഡി ഇതിലൊക്കെ വിശ്വാസവും താല്പര്യവും ഉണ്ടായിരുന്ന ജയേഷിൻ്റെ ഉള്ളിൽ ഇതൊരു വലിയ തീപ്പൊരിയായി മാറുകയാണ്. പിന്നെ അവൻ്റെ ചിന്ത മുഴുവൻ ഈ പൂജയ്ക്ക് വേണ്ടിയുള്ള ഇരയെ ഒപ്പിച്ചെടുക്കുക എന്നതായി. ആരെ കണ്ടുപിടിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നടക്കുമ്പോഴാണ് ദാ വരുന്നു ആ ക്രഷർ യൂണിറ്റിൽ ജോലിക്കായി 2 മലയാളികൾ. ഒന്ന് ഒരു ആലപ്പുഴക്കാരൻ ചെറുക്കനും ഒന്ന് റാന്നിക്കാരനും. ആരെയും അടുപ്പിക്കാത്ത ജയേഷ് അവൻ്റെ മൂശാട്ട സ്വഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ 2 ചെറുപ്പക്കാരോടും അങ്ങോട്ട് ഇടിച്ചു കയറി സൗഹൃദം സ്ഥാപിച്ചു. ഈ 2 ചെറുപ്പക്കാരും ജയേഷുമായിട്ടും നല്ല അടുപ്പത്തിലാവുകയാണ്. പക്ഷേ ഇവിടെ ജയേഷ് മറ്റൊരു തറ കളിയും കൂടി കളിക്കുകയാണ്. അത് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ല. ഒരു ഭർത്താവും ചെയ്യാത്ത ഒരു പരിപാടി ജയേഷ് ചെയ്യുകയാണ്. സ്വന്തം ഭാര്യയുമായിട്ട് ഈ 2 ചെറുപ്പക്കാരെയും ഇവൻ അടുപ്പിക്കാനാണ് ശ്രമിച്ചത്. അതെങ്ങനെയെന്നാൽ രശ്മിയോട് ജയേഷ് ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, എടി ഇവിടെ നല്ല ജോലി തിരക്കാണ്, മാത്രമല്ല ഇവിടെ റേഞ്ച് കിട്ടൂല, നീ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന 2 പേരുടെ നമ്പർ ഞാൻ നിനക്കിപ്പോൾ അയച്ചു തരാം, അതിലോട്ട് വിളിച്ചാൽ മതി. പിന്നെ ഇവൻ ചെയ്തത് രശ്മി വിളിക്കുന്ന ഒരൊറ്റ കോളും അറ്റൻഡ് ചെയ്യൂല. അപ്പോൾ ജയേഷിനെ കിട്ടാതാവുമ്പോൾ അയാൾ പറഞ്ഞതുപോലെ രശ്മി ഈ ആലപ്പുഴക്കാരനെയും റാന്നിക്കാരനെയും ഒക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കും. ആ വിളിയിൽ ഇവന്മാർ 2ഉം രശ്മിയായിട്ടങ്ങ് അടുത്തു. രശ്മി പിന്നെ ഭർത്താവിൻ്റെ ഫോണിൽ വിളിയേ ഇല്ല, അവൾ ഈ ചെറുപ്പക്കാരെ മാത്രമേ വിളിക്കൂ. ജയേഷിനും അതാണ് ആവശ്യം. കൂടെ ജോലി ചെയ്യുന്നവരും ഭാര്യയും തമ്മിലുള്ള ഈ വഴിവിട്ട പോക്ക് കണ്ട് ജയേഷ് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അയാൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ അങ്ങിരുന്നു. കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നല്ലൊരു പാല ഇവന്മാരും രശ്മിയും തമ്മിൽ അങ്ങോട്ടായി. ആലപ്പുഴക്കാരനറിയില്ല രശ്മിയുമായിട്ട് റാന്നിക്കാരന് ബന്ധമുള്ളത്. തിരിച്ച് റാന്നിക്കാരനും അറിയില്ല രശ്മിയും ആലപ്പുഴക്കാരനും തമ്മിലുള്ള ബന്ധം. എല്ലാം സൈഡിൽ കണ്ടുകൊണ്ടിരുന്ന ജയേഷ് ഒരു സുപ്രഭാതത്തിൽ ലീവിന് നാട്ടിലെത്തി. എത്തിയ പാടെ ജയേഷ് ഈ കള്ളക്കളികളൊക്കെ അങ്ങ് അവസാനം കട്ടനിടുകയാണ്. അയാൾ ഭാര്യയുടെ ഫോൺ വാങ്ങി പരിശോധിച്ചു. അപ്പോഴാണ് പല വൃത്തികെട്ട ചാറ്റുകളും വീഡിയോ കോളുകളും അല്ലാത്ത കോളുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിച്ച ഒരു ഭർത്താവിൻ്റെ രോഷം മുഴുവൻ അയാളങ്ങ് തകർത്ത് അഭിനയിച്ചു. നീ എന്നെ ചതിച്ചല്ലേടി, ഒന്നല്ല നിനക്ക് 2 കാമുകന്മാരായിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് രശ്മിയെ എടുത്തിട്ട് അലക്കി. അവൾ കരഞ്ഞ് കാല് പിടിച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം സമ്മതിക്കുകയാണ് ഭർത്താവിനോട്, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ. കുറേ നേരം അവൾക്ക് ക്ഷമയൊന്നും കൊടുക്കാതെ മാറിയിരുന്ന് ഇങ്ങനെ ദേഷ്യത്തിലിരുന്ന ശേഷം ജയേഷ് പതുക്കെ വന്ന് അവളുടെ അടുത്ത് പറയുകയാണ്, ശരി പോട്ടെ, ഞാൻ എല്ലാം പൊറുത്തു. ഓ രശ്മിക്ക് സമാധാനമായി. ഉടനെ തന്നെ അവൻ പറഞ്ഞത് കേട്ട് അടുത്തവൾ ഞെട്ടുകയാണ്. ഞാൻ എല്ലാം ക്ഷമിച്ചല്ലോ, പക്ഷേ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. നീ അവന്മാരെ പിണക്കാതെ ഇങ്ങനെ തന്നെ വച്ചുകൊണ്ട് സൂത്രത്തിൽ ഇവിടെ എത്തിക്കണം. കാര്യമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട് അവന്മാരെ കൊണ്ട്. രശ്മി എല്ലാം സമ്മതിക്കുകയാണ്. ഇവളും ഒരു സൈക്കോയാണ്. ജയേഷ് പറഞ്ഞതുപോലെ റാന്നിക്കാരൻ ചെറുക്കനെ രശ്മി തന്ത്രത്തിൽ വീട്ടിലേക്ക് വരാൻ വിളിക്കുകയാണ്. ജയേഷ് കുറച്ച് ദിവസം ഇവിടെ കാണില്ല എന്നും പറഞ്ഞാണ് ഇവൾ വിളിച്ചു വരുത്തുന്നത്. പറഞ്ഞു കൊടുക്കണം ഇതുവഴി വന്ന് ആരും കാണൂല എന്നൊക്കെ. അതേപോലെ ആ റബ്ബർ തോട്ടം വഴി ആരും കാണാതെ ആ വീട്ടിലെത്തി. ജയേഷ് ഈ സമയം ആ വീട്ടിലിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അവൻ വന്ന് വാതിൽ തട്ടിയതും രശ്മി വന്ന് കതകും തുറന്നു. അവൻ നേരെ അകത്തോട്ട് കയറി രശ്മി കതകും അടച്ചു. ആ വാതിലിന് പിന്നിൽ പതുങ്ങിയിരുന്ന ജയേഷ് ഉടനെ തന്നെ പെപ്പർ സ്പ്രേ എടുത്ത് അവൻ്റെ മുഖത്തൊക്കെ അങ്ങോട്ട് ഒരൊറ്റ അടിയാണ്. കണ്ണ് കണ്ടുകൂടാതെ നിന്ന് അവനെ വലിച്ചിഴച്ചുകൊണ്ട് ഇവർ 2 പേരും ചേർന്ന് തലങ്ങും വിലങ്ങും കൊണ്ടിട്ട് അടിക്കുകയാണ്. പിന്നീട് കുറേ അടിയൊക്കെ കൊടുത്ത ശേഷം ജയേഷ് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്,
നിന്റെ കാമുകയല്ലേ ഇതാ നിൽക്കുന്നത്, നീ എന്തിനാ ഇവിടെ വന്നോ, അത് ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ തുണിയൊക്കെ അഴിച്ചു മാറ്റിയിട്ട് സ്വന്തം ഭാര്യയോടും ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റാൻ ഒരു ഭർത്താവ് പറയുകയാണ്. യാതൊരു ചളുപ്പുമില്ലാതെ അവൾ അതങ്ങനുസരിച്ചു. ശേഷം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയൊക്കെ അഭിനയിക്കാൻ ജയേഷ് പറഞ്ഞു. ദേഹോപദ്രവം സഹിക്കാൻ പറ്റാതെ ആ ചെറുപ്പക്കാരന് അതെല്ലാം അനുസരിക്കേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ജയേഷ് തന്നെ ഇങ്ങനെ ഫോണിൽ പകർത്തുന്നുമുണ്ട്. ഒന്നാലോചിച്ച് നോക്ക്, സ്വന്തം ഭാര്യയുമായിട്ട് മറ്റൊരുത്തൻ ബന്ധപ്പെടുന്ന പോലത്തെ വീഡിയോ പകർത്തുന്ന ഒരു ഭർത്താവിൻ്റെ സ്വഭാവ വൈകൃതം അവൻ എത്രമാത്രം സഹിക്കുകയാണെന്നും. ഈ വീഡിയോ ഒക്കെ പകർത്തിയ ശേഷം ഈ പയ്യനെ തലകീഴായി ഇവർ രണ്ടുപേരും ചേർന്ന് കെട്ടി തൂക്കുകയാണ്. നഖത്തിനിടയിൽ മൊട്ടുസൂചി തറച്ചു, അതും 10 വിരലുകളിലും. ഇതിന് ശേഷം കമ്പി കൊണ്ട് കാല് ക്രൂരമായി അടിച്ചൊടിച്ചു. ഇത്രയും ജയേഷ് ചെയ്ത ശേഷം പിന്നെ രശ്മിയുടെ ഊഴമായി. സ്റ്റാപ്ലർ കൊണ്ട് രശ്മി അവൻ്റെ ദേഹത്തിൽ ഉടനീളം അടിക്കുകയാണ്, ചറപറ ചറപറാന്ന്. രശ്മിയാണ് ആ ചെറുപ്പക്കാരനോട് ഏറ്റവും മൃഗീയമായി പെരുമാറുന്നത്. അവൾ ആ സ്റ്റേപ്ലർ പിന്നുകൊണ്ട് അവൻ്റെ ജനനേന്ദ്രിയം പിടിച്ചു വെച്ച് ചറപറാന്ന് അടിക്കുകയാണ്. 23 പ്രാവശ്യമാണ് ജനനേന്ദ്രിയത്തിൽ മാത്രം അവൾ സ്റ്റാപ്ലർ അടിച്ചു കയറ്റിയത്. ഇത്രയും ആയപ്പോഴേക്കും പാതി ചത്ത നിലയിലായി ആ പയ്യൻ. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ആ രക്തം കണ്ടുകൊണ്ട് ജയേഷ് ആഭിചാരത്തിനുള്ള മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഇതിനിടയിൽ ഇതൊക്കെ കണ്ട് ആഹ്ലാദം കൊണ്ട് ഇവൾ ചിരിക്കുന്നുമുണ്ട്. ആഹ്ലാദത്തിന് കാരണം ദൈവം പ്രീതിപ്പെട്ടു എന്ന് കരുതിയാണ്. എല്ലാം കഴിഞ്ഞ് ഈ പയ്യനെ കെട്ടഴിച്ച് ഇവർ നിലത്ത് കിടത്തി. മരിച്ചിട്ടില്ലെന്ന് എന്തായാലും ഇവർക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നെ ഇവരെങ്ങനെ കാത്തിരിക്കുകയാണ്. നേരം നല്ല ഇരുട്ടായി. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ സമയത്ത് ജയേഷിൻ്റെ ബൈക്കിൽ ഇവർ രണ്ടുപേരും ഇവരുടെ നടുക്കിരുത്തി ഈ ചെറുപ്പക്കാരനെ പുതുമൺ പാലത്തിനടുത്ത് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടങ്ങ് തള്ളി. അതേ സ്പീഡിൽ തന്നെ ഇവർ ആ ബൈക്കിൽ കടന്നു കളയുകയും ചെയ്തു. വെളുപ്പാങ്കാലത്ത് അതുവഴി നടന്നുപോയ ആരൊക്കെയോ ഈ പയ്യൻ്റെ ഞരക്കം കേട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഒരാളിങ്ങനെ ചോരയെ കുളിച്ച് അവശ നിലയിൽ കിടക്കുന്നത് കാണുന്നത്. നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ കട്ട ചോര വരികയാണ്. പാതി ജീവനേ അവനുള്ളൂ. അവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, കാലൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ഉടൻ തന്നെ അവനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒന്ന് സംസാരിക്കാറായി എന്ന പരുവമായപ്പോൾ പോലീസ് ആശുപത്രിയിലെത്തി ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഇതാരാണ് ഈ ക്രൂരത നിന്നോട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇതിൽ പോലീസ് വരെ ഞെട്ടിപ്പോയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാപ്ലർ പിന്നുകൊണ്ടുള്ള ഈ ക്രൂരത കണ്ടപ്പോഴാണ്. പോലീസ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിചിത്രമായ കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഒരു ക്രൂരത ചെയ്തത് ആരായിരിക്കും എന്ന ഒരു അറിയാനുള്ളൊരു കൗതുകവും പോലീസിനും ഉണ്ട്. അങ്ങനെ ഇവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. കുടുംബവും മറ്റുമൊക്കെ അറിഞ്ഞാൽ ഉണ്ടാക്കുന്ന നാണക്കേട് ഓർത്ത് അവൻ പോലീസിനോട് ഒന്നാം തരം ഒരു കള്ളത്തനം പറഞ്ഞു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇത് അവളുടെ വീട്ടിലറിഞ്ഞു. അവളുടെ സഹോദരന്മാർ എന്നെ വിളിച്ചു വരുത്തി ചെയ്ത പണിയാണിത് എന്നായിരുന്നു. പോലീസ് ഇത്രയും ക്രൂരത ചെയ്ത ആ സഹോദരന്മാരെ തപ്പി പെട്ടെന്നിറങ്ങിയാണ്. അങ്ങനെ സഹോദരന്മാരെ തപ്പി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു പെണ്ണുമില്ല, അങ്ങനെ ഒരു ആങ്ങളമാരും ഇതിലില്ല എന്ന്. പോലീസ് തിരിച്ച് ആശുപത്രിയിൽ വന്ന് ആ പയ്യനെ വിരട്ടുകയാണ്, സത്യം പറയടാന്നും പറഞ്ഞിട്ട്. അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ നാണക്കേടൊക്കെ മാറ്റിവെച്ച് പോലീസിനോട് അവൻ നടന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് പറഞ്ഞു. അതായത് സത്യം പറയാൻ നിർബന്ധിച്ചപ്പോഴാണ് അവനിത് പറയുന്നത്. ഈ വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോഴാണ് പോലീസിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് അടുത്തൊരുത്തൻ കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, ആലപ്പുഴക്കാരനായ രശ്മിയുടെ മറ്റേ കാമുകൻ. ആദ്യം ഈ പണി ശരിക്കും കിട്ടിയത് അവനായിരുന്നു. ജയേഷ് ആദ്യം വിളിച്ചു വരുത്തിയത് ശരിക്കും ഈ ആലപ്പുഴക്കാരനായിരുന്നു ആദ്യം. റാന്നിക്കാരന് രണ്ടാമതാണ് ഈ പണി കിട്ടുന്നത്. റാന്നിക്കാരന് സംഭവിച്ച അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലപ്പുഴക്കാരൻ പയ്യനും നേരിടേണ്ടി വന്നത്. ജീവൻ്റെ കുറച്ച് മാത്രം മിച്ചം വച്ചിട്ട് അവനെ അന്ന് ആ വീട്ടിൽ നിന്നും ഇവർ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. എങ്ങനെയോ ആണ് അവൻ ജീവനും കൊണ്ട് തിരിച്ചു ഓടിയത്. പക്ഷേ പുറത്താരോടും നാണക്കേടും ഭയവും ഒക്കെ കരുതി ഇവനത് പറഞ്ഞതുമില്ല. പോരാത്തതിന് ഇവർ വീഡിയോ പിടിച്ച് വച്ചിരിക്കുകയാണ്. പോലീസ് ജയേഷിനെ തപ്പി എത്തിയപ്പോഴാണ്
അവൻ്റെ ഫോണിൽ പല ഫോൾഡറുകളിലായിട്ട് നമ്പറിട്ട്, അതായത് 1, 2 എന്നുള്ള നമ്പറുകളിട്ട് പലവന്മാരുടെ വീഡിയോസും ഇവരിങ്ങനെ ഭീഷണിക്കായിട്ട് പിടിച്ചു വച്ചിരിക്കുന്നത് കണ്ടെത്തുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ആലപ്പുഴയിലെ പയ്യനും റാന്നിയിലെ പയ്യനും മാത്രമല്ല ഇവരുടെ ഇരകളായിട്ടുള്ളതെന്നാണ്. ഭാര്യയുമായിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് വച്ച് ഇവൻ പൈസ വാങ്ങിയതായും കണ്ടെത്തി. നാട്ടുകാർക്ക് ഈ വീടിനെപ്പറ്റി പല സംശയങ്ങളും നേരത്തെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ജയേഷിൻ്റെയും രശ്മിയുടെയും ജീവിതം കംപ്ലീറ്റും ദുരൂഹത നിറഞ്ഞതായിരുന്നു. ഇവരുടെ ഇരകളായ പുറത്തു വരാൻ ഭയന്നിരിക്കുന്നവരെ പിന്നെ തപ്പിയാണ് പോലീസ് ഇറങ്ങുന്നത്. അതിൽ നിന്നും പല ചെറുപ്പക്കാരെയും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. സൈക്കോകളായ ഭാര്യയും ഭർത്താവും കാരണം ജീവൻ രക്ഷപ്പെട്ടത് തന്നെ ഇരകളായവരുടെ ഭാഗ്യമെന്നേ പറയാൻ കഴിയൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരീരത്തും ജനനേന്ദ്രിയത്തും ഒക്കെ സ്റ്റേപ്ലർ അടിച്ച് ആനന്ദിക്കുന്ന ക്രൂരത? ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നല്ല എവിടെയും കേട്ടിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.